ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് റംബൂട്ടാൻ നല്ല ഇളകി വരുന്നതും വരിക്കയെന്നും കൂഴയെന്നൊക്കെ പറയത്തില്ല. ഇത് നല്ല നല്ല കളറാണ് കാണാൻ. പക്ഷെ ഇതിൻ്റെ തോട് പൊളിക്കുമ്പം അതിനകത്തൊന്നും വിട്ട് വരത്തില്ല. ഇത് വേറൊരു സൈസാണ്. ഇതിൻ്റെ ഒരെണ്ണം എടുത്ത് നമ്മൾ പൊട്ടിക്കാനാണെങ്കിൽ തോടിന് ഭയങ്കര കട്ടിയുമാണ്. പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുരുവേ നീങ്ങി വിട്ട് വരും. പെട്ടെന്ന് വിട്ട് വരും. ഞാനിങ്ങനെ പിച്ചാത്തി എടുക്കുന്നുള്ളതേ ഉള്ളൂ. ഉണ്ടോ, ഇങ്ങനെ അടന്ന് വരും. ഞാനിന്നിങ്ങനെ ഇത് ഇച്ചിരി അടത്തിയെടുത്ത് ഇച്ചിരി അച്ചാറിടാമെന്ന് വിചാരിച്ച അടത്തിയെടുത്ത് കുറച്ച് കുരുവേന്നെല്ലാം അടത്തി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്കിത് അച്ചാറിടാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 3 സ്പൂണ് നല്ലെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമുക്കിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇട്ടു. ഇനി ഒരു 1/2 സ്പൂൺ മുളക് പൊടിയോട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ശരിയാക്കി വെച്ചിരിക്കുന്ന റംബൂട്ടാൻ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യും. അതിലേക്ക് നമുക്ക് 3/4 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/4 സ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. തീ ചെറിയതായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒത്തിരി അങ്ങ് വെന്ത് പോയാൽ കൊള്ളത്തില്ല. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം ഗ്രേവിയൊക്കെ കിട്ടുന്നതിന് ഇച്ചിരി വിനാഗിരി ഒഴിച്ച്. അത് തന്നെ നല്ല വലിയ പുളിയില്ലാത്ത സൈസ് റംബൂട്ടാനാണിത്. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ റംബൂട്ടാൻ അച്ചാർ. ഇത് കുരു ഇല്ലാത്തതാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്താലും കുരു തൊണ്ടേ പോകത്തില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.